തിരുവനന്തപുരം നഗരസഭയിൽ 28 വാർഡുകളുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം ഇക്കുറി അതിനിർണായകമായിരിക്കുമെന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷ വച്ച് പുലർത്തുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 22 സീറ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ നേടിയ 5 കഴക്കൂട്ടത്തെ വാർഡുകൾ, ആ വാർഡുകളിൽ നിന്ന് എത്ര എണ്ണം മുന്നോട്ട് പോകാനാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ എന്നതും സൂചിപ്പിച്ചിരുന്നു. BJPക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ ഒരു വലിയ കോൺസെൻട്രേഷൻ ഉണ്ടായി. ഇത്തവണ ഒരു പുതിയ ഊർജം വേണം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഇറങ്ങിയ UDFും കഴിഞ്ഞ തവണത്തെ 3-ൽ നിന്ന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന ചിന്ത ഏറ്റവും കൂടുതലായി അപ്ലൈ ചെയ്തത് കഴക്കൂട്ടത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം 3 മുന്നണികളുടെയും നിർണായകമായ ഒരിടമായി മാറി ആ 28 സീറ്റിൽ ബഹുഭൂരിപക്ഷവും പിടിക്കുക എന്നുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 22 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ 14 എണ്ണവും നേടി മേധാവിത്വം പുലർത്തുകയും ഭരണം നിലനിർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത ഒരു മേഖലയാണ്. അവിടെയാണ് 6 വാർഡുകൾ കൂട്ടിച്ചേർത്തത്. ഇത്തവണ 28 എണ്ണമുണ്ട്. ആ 28-ൽ കഴിഞ്ഞ തവണത്തെ 14 സീറ്റുകൾക്കപ്പുറത്തേക്ക് ഒരു 20 സീറ്റ് വരെയൊക്കെ പോകാം എന്നുള്ള കണക്കുകൂട്ടൽ LDFിനുണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിൽ പൂർണ്ണമായില്ല. എങ്കിലും കഴിഞ്ഞ തവണത്തെ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകില്ല എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJP അവിടെ 12 സീറ്റുകൾ അവർക്ക് ജയിക്കാനാകുമെന്ന് കണക്ക് കൂട്ടുന്നു. അതിൽ 10 എണ്ണം അവർ ഉറപ്പായും ജയിക്കും എന്ന് അവരുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബൂത്ത് തല കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി അവർ അവകാശവാദം ഉന്നയിക്കുന്നു. ഈ 10 സീറ്റുകളിൽ അവരുടെ കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് സീറ്റുകളായിരുന്ന 5-ൽ 3 എണ്ണം മാത്രമേ ഉറപ്പായും ജയിക്കൂ എന്നവർ പറയുന്നുണ്ട്. ബാക്കി 7 എണ്ണം പുതിയതായി പിടിച്ചെടുക്കുന്നതാണ്. പുതുതായി രൂപീകരിച്ച വാർഡുകളും LDFിൻ്റെയും UDFിൻ്റെയും കയ്യിലിരിക്കുന്ന ചില വാർഡുകളും പിടിച്ചെടുക്കുന്നവയുടെ കൂട്ടത്തിൽ BJP ഉൾപ്പെടുത്തുകയാണ്. അതായത് 100% BJPക്ക് വിജയപ്രതീക്ഷയുള്ള വാർഡുകൾ. അത് ചെറുവയ്ക്കൽ, അത് അവരുടെ സിറ്റിംഗ് വാർഡാണ്. പൗടിക്കോണം സിറ്റിംഗ് വാർഡാണ്. ചേങ്കോട്ടുകോണം പുതിയ വാർഡാണ്. ഞാണ്ടൂർ കോണം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വാർഡാണ്, അതവർ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നു. അലത്തറ പുതിയ വാർഡാണ്. കടകംപള്ളി LDFിൻ്റെ കൈവശം ഇരിക്കുന്ന വാർഡാണ്, അത് കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടപ്പെട്ടു പോയ ഇടമാണ്. കുഴിവിള പുതിയ വാർഡാണ്, അവിടെ ഉറപ്പായും ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നു. ആക്കുളം UDFിൻ്റെ സിറ്റിംഗ് വാർഡാണ്, അവിടെ വിജയം ഉറപ്പാണ് എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. മറ്റൊന്ന് കരിക്കകമാണ്, കരിക്കകത്ത് BJPയുടെ സിറ്റിംഗ് വാർഡാണ്. ഉള്ളൂർ LDFിൻ്റെ സിറ്റിംഗ് വാർഡാണ്. LDFിന് അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി അടക്കം ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഇടമാണ്. അപ്പോൾ ഇത്രയുമാണ് BJP അവരിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന 10 വാർഡുകൾ. ഈ 10 വാർഡുകളോടൊപ്പം ആറ്റിപ്രയും ചെല്ലമംഗലവും, കഴിഞ്ഞ തവണ BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ചെല്ലമംഗലവും ഒരു വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായുള്ള വാർഡുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ പുതുതായി രൂപീകരിച്ച കാര്യവട്ടം അടക്കമുള്ള വാർഡുകളിലും ശ്രദ്ധേയമായ പോരാട്ടം BJP നടത്തിയിട്ടുണ്ട്. സൈനിക സ്കൂൾ, ചന്തവിള പോലെയുള്ള വാർഡുകളിലും ഒരു നേരിയ സാധ്യത വിജയിക്കാനായി നിലനിൽക്കുന്നുണ്ട് എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി UDFിനെ സംബന്ധിച്ചിടത്തോളം UDF കഴിഞ്ഞ തവണത്തെ 3-ൽ നിന്ന് 7 സീറ്റ് വരെ 100% വിജയിക്കും എന്ന പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്. അതിൽ 2 സീറ്റുകൾ BJPയുടെ കണക്ക് പുസ്തകത്തിലുമുള്ളതാണ്. BJPയും UDFും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റുകൾ ഉള്ളൂരും ആക്കുളവും. ഈ 2 സീറ്റുകളിലും BJP വലിയ രീതിയിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം. UDF അവരുടെ 3 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്താനാകുമെന്ന് വിശ്വസിക്കുന്നു. നാലാഞ്ചിറയും ഉള്ളൂരും മണ്ണന്തലയും. മണ്ണന്തലയിലൊക്കെ വലിയ ഫൈറ്റാണ് നടക്കുന്നത് എങ്കിലും ആ ഫൈറ്റിനൊടുവിൽ വനജ രാജേന്ദ്ര ബാബു അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്. അവർ ജയിച്ചു വരും എന്നാണ് UDFിൻ്റെ ബൂത്ത് തല കണക്കുകൾ നൽകുന്ന സൂചന. അതുകൂടാതെ LDFിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന തരത്തിൽ 100% ഉറപ്പായ വിജയം UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതിലൊന്ന് ശ്രീകാര്യമാണ്, മറ്റൊന്ന് ശ്രീകാര്യത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇടവക്കോടാണ്. ഈ 2 ഇടങ്ങളിൽ വിജയിക്കാനാകുമെന്ന് കണക്ക് കൂട്ടുന്നു. ഒപ്പം പള്ളിത്തുറയിൽ UDFിന് അനുകൂലമായ ഒരു വികാരമാണ് ഉള്ളത് എന്ന് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ UDFും തങ്ങളുടെ സാന്നിധ്യം വളരെ കൃത്യമായി അറിയിക്കാൻ കഴിയുന്ന തരത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്
എന്ന് അടയാളപ്പെടുത്തുകയാണ് അവരുടെ ഒരു പോസ്റ്റ് പോൾ ഡാറ്റ വിശകലനത്തിൽ. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, എൽ ഡി എഫിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് കഴക്കൂട്ടം. പുതിയ വാർഡുകൾ രൂപീകരിച്ചതും ആ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഒരു 50-50 ചാൻസ് പോലും കൽപ്പിക്കാത്ത നിരവധി വാർഡുകൾ കഴക്കൂട്ടത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴക്കൂട്ടത്തെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സേഫായി അവർക്ക് കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വാർഡുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നേടിയ 14 സീറ്റുകളിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ചിലതും യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ചിലതും പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നുണ്ട്. അവരുടെ ബൂത്ത് തല അവലോകനങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും 14-ൽ കുറയില്ല, അത് 18 വരെ പരമാവധി ആകും എന്ന കണക്ക് കൂട്ടൽ ബി ജെ പി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ 18 സീറ്റുകൾ വരെ അവരുടെ കണക്ക് കൂട്ടൽ പ്രകാരം എത്തിയാൽ അവർക്ക് സേഫാണ്. പക്ഷേ അത്തരത്തിൽ എത്താൻ കഴിയില്ല എന്ന് ബി ജെ പിയും യു ഡി എഫും അവരുടെ കണക്കുകൾ നിരത്തി അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇതുപോലെ തന്നെ ഞങ്ങൾ 15 നേടും 14 നേടും എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കണക്കുകൾ യു ഡി എഫും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നു. ഇടതുപക്ഷത്തിൻ്റേത് നമ്മൾ ഈ ബൂത്ത് തല കണക്കുകളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഒരു കൃത്യത പുലർത്താറുള്ളത് എൽ ഡി എഫ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു ചേർക്കാറുള്ളത്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് അവരുടെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നു. ഇത്തവണയും ആ കണക്ക് കൂട്ടലുകൾ ശരിയായാൽ ഈ പറയുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അവകാശവാദങ്ങൾ ഇല്ലാതാകും. സ്വാഭാവികമായി ഒരു 18 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് നേടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അവരുടെ കണക്ക് കൂട്ടലുകൾ അങ്ങനെ വന്നാൽ, അത് വലിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭരണമെന്നുള്ള മോഹത്തിന് അത് വലിയ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും കഴക്കൂട്ടം ഈ തെരഞ്ഞെടുപ്പിലെ ഫോക്കസ് ആണ് എന്ന് ആദ്യം മുതൽ തന്നെ ഈ നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ അവലോകനങ്ങൾ ഘട്ടം ഘട്ടമായി നൽകിയിരുന്നപ്പോഴെല്ലാം ആദ്യം മുതൽ നമ്മൾ പറയുന്നത് കഴക്കൂട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രം. കഴക്കൂട്ടത്ത് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും, ഓരോ സീറ്റിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റേത് പിടിച്ചെടുത്താൽ ബി ജെ പിയുടേത് പിടിച്ചെടുത്താൽ ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, യു ഡി എഫിന് ആകെയുള്ള 3-ൽ നിന്ന് ചിലത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത്തരമൊരു അവസ്ഥ അവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ കൊണ്ടും കൊടുത്തും ഏറ്റവും കൂടുതൽ നേടാൻ എന്തായാലും എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് വ്യക്തം. പക്ഷേ അതിനപ്പുറത്ത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഗണ്യമായ ഒരു വർധന, അതിൻ്റെ ഇരട്ടിയോളമാക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് അവർ പ്രതീക്ഷ വയ്ക്കുമ്പോൾ, അത് ഇന്ന വാർഡുകളാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കുമ്പോൾ, ആ നിലയിൽ അവർക്ക് സാധിച്ചാൽ യു ഡി എഫ് 3-ൽ നിന്ന് 7-ലേക്ക് ഉയരും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്